Hi everyone, my name is Safan Asrin. I'm an ACCA finalist. So this is a common question that ACCA students have to know whether getting started with the next paper before the exam result is good or what if the result is not positive എന്നുള്ളത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. റിസൾട്ട് വരുന്നതിന് മുന്നേ നമ്മൾ പുതിയൊരു പേപ്പറുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോവുക. കാരണം നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു. ഇനി റിസൾട്ട് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പാസ്സാവും എന്നുള്ളത്, ബട്ട് മേ ബി ഫെയിൽ ആവാം. ചിലപ്പോൾ നമ്മൾ ഫെയിൽ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ബട്ട് പാസ്സാവാം. സോ രണ്ടിനും ചാൻസസ് ഉണ്ട്, പാസ്സാവാം, ഫെയിൽ ആവാം. സോ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പുതിയൊരു പേപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ്. നമുക്ക് ശരിക്കും ACCAയുടെ റിസൾട്ട് വരുന്നുണ്ടാവുക നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് 6 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഈ 6 ആഴ്ച വരെ നമ്മളൊന്നും പഠിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ശരിക്കും എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്സായി എന്ന് തന്നെ വിചാരിക്കുക. പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏത് പേപ്പർ എടുക്കുമായിരുന്നോ ആ പേപ്പർ എടുത്തിട്ട് അതുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് റിസൾട്ട് വരുന്നുണ്ടാവുക. അതിപ്പോൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ പേപ്പർ വെച്ചിട്ട് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ബട്ട് വാട്ട് ഇഫ് നെഗറ്റീവ് റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചോയ്സസ് ആണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇപ്പോഴത്തെ പേപ്പർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കുക. എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിലായ പേപ്പറും ഇപ്പോഴത്തെ പേപ്പറും കൂടിയിട്ട് ഒരുമിച്ച് എഴുതാൻ നോക്കുക. ഒരിക്കലും എന്ത് ചെയ്യാൻ നിൽക്കരുത്, നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പർ അവിടെ നിർത്തി വെച്ചിട്ട് ഫെയിലായ പേപ്പറിലോട്ട് പോകാൻ വേണ്ടി നിൽക്കരുത്. ഇട്ടിട്ട് ഫെയിലായ പേപ്പർ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി പ്രിപ്പറേഷൻ കുറച്ചും കൂടി കുറയ്ക്കും. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ഞാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞൊരു സംഭവമാണ്, ഞാൻ പഠിച്ചിട്ട് ഒരു പ്രാവശ്യം എക്സാം എഴുതിയതാണ്, അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പ്രിപ്പറേഷൻ തുടങ്ങാം, കുറച്ച് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് തുടങ്ങാം എന്ന് വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവമാണ്, നമുക്ക് 6 ആഴ്ച കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സമയം എടുത്തിട്ടാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേനും കുറച്ചധികം സമയം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ട്. സോ നമുക്കിതൊന്നും ഓർമ്മ ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല. അപ്പം നിങ്ങൾ പുതിയതായിട്ടൊരു സാധനം പഠിക്കുന്ന പോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ പറയുന്ന ഫെയിലായ പേപ്പർ അവസാനത്തേക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ തോന്നുന്നുണ്ടാവുക. നമ്മൾ ആരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പഠിച്ച സാധനം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ചടക്കുന്ന പരിപാടിയാണ്. കുറേ സമയം നമ്മൾ പഠിച്ച എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ പോയി എക്സാം എഴുതിയത്, എന്നിട്ട് നമ്മളത് ഫെയിലായി. വീണ്ടും അയിമ കുത്തിയിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി കുറച്ച് മടുക്കുന്ന പരിപാടിയാണ്. നമ്മൾ മനുഷ്യന്മാരാണല്ലോ, മടുക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് പഠിച്ചേ പറ്റൂ. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് ഈ പറയുന്ന പോലെ ഫെയിലായ പേപ്പർ അതിൻ്റേതായ സീരിയസ്നെസ്സിൽ കണ്ടിട്ട് പഠിക്കും, പ്രാക്ടീസ് ചെയ്ത് പോവും, പ്രിപ്പറേഷൻ ലാഗ് ആക്കില്ല എന്നൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ തിങ്, നിങ്ങൾക്ക് അതുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാം. അതർവൈസ് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പറുമായിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ബൈ.